ചേട്ടാ ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? ഇല്ല, നല്ല ഒന്നാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ. 1500? ആ, വെളുക്കണമെങ്കിൽ മതി. സാറിന് ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ ആ, പുഴയ്ക്കും ഫേഷ്യൽ കാക്കവത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷന് എങ്ങോട്ടാണോ? മറ്റേ അമ്മൂമ്മയ്ക്ക് കുടിവെട്ടാ വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട്. ചേട്ടാ 2 രതീഷ്. എന്നാന്ന്? 2 രതീഷേ. അയ്യോ ഉപദേശിത്തുള്ള എന്തായി ജോലി വല്ലതും ആയാ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാരുഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ആ ഷാരുഖാനൊക്കെ ഇങ്ങോട്ട് വരട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാറുഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ. ഇംഗ്ലീഷ്. Oh, sorry daddy. In maths, what do you mean by LCM and HCF? മലയാളം. ഈ ലസാഗുസായ എന്നാണെന്ന്? ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ, ഇന്നലെ നിന്റെ ഒരു സിനിമ TV കണ്ടായിരുന്നു. കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കരുന്നു. ഇനി മേലിൽ ഇവരെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ, പിടിച്ചു കൊടുക്കട്ടെ എന്ന്. അമ്മ ഞാൻ പോണോട്ടാ. സഹോ, ആളൊരു പരാജയമാണെങ്കിലും നിന്റെ അച്ഛനൊരു പാവാട്ടോ. പാവം അമ്മനോർത്തിട്ട് ഞാൻ പിടിച്ചിടിക്കാത്തത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. 8-ന്റെയാണോ 16-ന്റെയാണോ? എന്ത്? അല്ല പണിയേ, നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അത് 8-ന്റെയാണോ 16-ന്റെയാണെന്ന് ചോദിച്ചു. ഓഹള തമ്പൂ വിൽസൺ, ഈ കൊച്ചിനൊക്കെ ഏത് ഭാഗ്യവാനാണോ കെട്ടണേ. സഹോ, ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയണത്. പക്ഷെ ഈ റേഷനരിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ആക്കിയതാണ്. ആഘോഷം ഏതായാലും ആൾക്കാരുടെ വഴിയോടാ. എന്നടാ ഇവിടെ പരിപാടി? മടത്തുവാലി ചെറുക്കനല്ലേ ഗിരിധർ, അവനെന്തോ അവാർഡ് കിട്ടിയതിന്റെ പേര് സ്വീകരണം കൊടുക്കുക. അല്ലേ എന്നാ ഗ്ലാമറാ പുള്ളിക്ക്. അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണടാവേ. നിനക്ക് പിന്നെ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഈ ചെസ് കളിക്കുമ്പോ മുഖത്ത് ഇത്ര സീരിയസ്നെസ് വേണമല്ലേ? ഈ കളിയിൽ ബാക്കി എല്ലാവരും ക്ഷത്രിയന്മാരും രാജാവും അത്ര ക്രിസ്ത്യാനിയാണ്. തലയിൽ കുരിശണ്ട. എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടുമോ? ഓ മടുത്തൂന്നേ, ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി വയ്യാണ്ടായി. നിനക്ക് വല്ല പ്രാന്തണ്ട ശശി. ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മുഖത്തിന് പേരിലിടാൻ പറ്റുള്ളൂ. പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേര് ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞോണ്ട്. അതുകൊണ്ട് മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. എടാ എന്റെ മോൻ കള്ളനായിട്ട് അഭിനയിക്കണല്ലേ ഉള്ളൂ. നിന്റെ പോലെ മുതലാളിനെ വെട്ടിക്കണല്ലേടാ കള്ള. ഈ ഡ്രൈവർമാരോടൊക്കെ ചൂടാവേണ്ട വല്ല കാര്യമുണ്ട്? എടാ എന്റെ മോൻ മാത്രമല്ലല്ലോ, ഇവിടെ സത്യനും നസീറും മമ്മൂട്ടി മോഹൻലാലും ജയം വരെ കള്ളനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അവരൊക്കെ വേറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കള്ളൻ വേഷം മാത്രമല്ല. കുതിരക്ക് പണി കിട്ടി. കണ്ട, കുതിരക്ക് വരെ പണി കിട്ടി. അവനോട് വല്ല പണിക്കും പോകാൻ പറ സുരേ. ഒക്കെ ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, 10 കൊല്ലല്ലേ ആയിട്ടുള്ളൂ. ഇടാ അവന് നല്ലൊരു വേഷം കിട്ടണ്ടേ? അവന്റെ രൂപത്തിന് പറ്റിയ വേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പണി എടുക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയർ ആയ ലെവല് വാങ്ങിച്ച് കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി പൊളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ.
എനിക്ക് ആ കിച്ച് അഭിനയിച്ചില്ലേ ആ മമ്മൂട്ടിനോട് അഭിനയിച്ചില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനോ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ലെന്ന് ഞാനല്ലേ കണ്ടത്. ഏത് പടം? നീ ബെറ്റിനുണ്ടാ? എത്ര രൂപയ്ക്ക്? 1,00,000 രൂപ. നടക്കണ കാര്യം പറയടാ. 100 രൂപ കണ്ടു. ആ എന്താ കേട്ട്? ആ ബെറ്റ്. അത് ശരി. മോന്റെ പടം ഏതാണ് അച്ഛനറിയില്ലേ? അതെങ്ങനെയാ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? കണ്ടാ മിണ്ടൂല. നീ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ മിണ്ടായിരിക്കണത്? ഇല്ല. പിന്നെ മിണ്ടനെ കണ്ടിട്ടില്ല. ഇതിങ്ങനെയല്ല കളിക്കാൻ. ഓട് വന്നല്ലോ, വേഗം വാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. ഞാൻ കോപ്പു. നീ വരുന്നില്ലേ? ഞാനങ്ങനെ ലോഡെടുക്കാൻ വന്നേ പിന്നെ ഈ ചെസ്പോടെ കാലിട്ടോക്കും പാമ്പും കൊണ്ട് കടുപ്പൂടാ. നിന്നെ പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. ഓ സഖാവ് ഉണർന്നല്ല. എടാ നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. അല്ല ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കീ ജയ്. എന്റെ ദൈവമേ, ഇനി ഇതാര് പെറുക്കി വെക്കാനാണ്? എടാ നിനക്കിവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? നീ വാന്നേ. എങ്ങോട്ടാ? അരുൺഗോപ സാറിനൊന്നും കാണാൻ വേണ്ടിയായിരുന്നു. പറ്റില്ല. അല്ല ഞാൻ കണ്ടിട്ട് പോരാന്നേ. ഓടാ. ഇതെന്താ നമ്മളെ സിനിമയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ നിൽക്കുന്നവരും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ അങ്ങോട്ട് മാറിക്കടാ. ഹലോ സ്ഥിരങ്ങളാ, ഇങ്ങോട്ട് പോരെ. സ്ഥിരം വഴിപോക്കനും സ്ഥിരം കുണ്ടാക്കി ഇവിടെ ഉണ്ടായിരുന്നോ? നീ വഴിപോക്കനാന്ന് പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല വഴിപോക്കനുള്ള അവാർഡ് വാങ്ങിച്ചാലാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്ക്, അതിനകത്ത് കാണാം. നിങ്ങൾ അരുൺ സാറിനെ കണ്ടായിരുന്നോ? എവിടാ അവന്മാര് കയറ്റിവിട്ടിട്ടുണ്ടേ, കണ്ടിട്ട് തന്നെ പേടിയായാണ്. ചേട്ടായി നിങ്ങളിങ്ങനെ അരിശം കയറിക്കണേന് ഒരു ദിവസം എത്ര കിട്ടും? വർക്ക് വല്ലതും വർക്ക് ഉണ്ടോന്നോ? ഫുൾ ടൈം ബിസിയാ. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓട്ടാന്നേ. അതെ അതെ, മരണ ഓട്ട. ഒരു ലൊക്കേഷനിൽ ചെല്ലും, ചാൻസ് ഇല്ലാന്ന് പറയും, അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും, ഓട്ടം തന്നെ ഓട്ടം. ഈ സ്ഥിരം കോൺസ്റ്റബിൾ ഇല്ലാത്ത ലൊക്കേഷനിലല്ലോ. നീ ആരോടെ നോണ പറയണേ? എടാ ചെക്ക, 10-30 വർഷമായി ഞാൻ ഈ കാക്കി വേഷോട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പോലീസാർന്നെങ്കിൽ ഇപ്പൊ റിട്ടയർ ആവേണ്ട സമയമായി. ടൈപ്പ് കാസ്റ്റ് ആവരുത് കേട്ടോ, പിന്നെ പണിയാവും. ഞാനേ ഗുണ്ടാവേഷമൊക്കെ നിർത്തനാണ്. എനിക്ക് തമിഴിലൊരു വേഷം കിട്ടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറായിട്ട് അരവിന്ദ സ്വാമിക്ക് വെച്ചിട്ട് വേഷമാണ്. എന്നേലും വലിയ തൊള്ളിസ്റ്റോ? ഇല്ല, സത്യമാണ്. ഇവനൊക്കെ ഏത് മറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാനെ. അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കണ ഇവനൊക്കെ ആരെവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കുന്നത്? കാണിച്ചു കൊടുക്കാൻ അത് ഡയറക്ടർ ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് കളി ജെയിംസ് ബോണ്ടൊന്നും ഇങ്ങനെ വിളക്കാനായിട്ട്. ഈ പുള്ളി എന്താ കട്ടപ്പനയില്? ചിലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെ ഒക്കെ പടത്തിലൊരു ചാൻസ് കിട്ടിയാണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു. എന്നാ ചെന്ന് ചോദിക്കടാ. ഇപ്പൊ ഫാമിലിയൊക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലിയൊക്കെ ഉള്ളപ്പോഴല്ലേ ചോദിക്കണത്. ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്കും തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. അത് ചിലപ്പോ ഇഷ്ടാവില്ല, വേണ്ട. എന്റെ സഹോദരൻ നിമിത്തമായിരിക്കും ചിലപ്പോ നമ്മളിവിടെ വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ചാൽ കിട്ടും. ഞാനല്ലേ പറയണത്. ഞാൻ പറഞ്ഞു തന്നവരെ തെറ്റിയിട്ടുണ്ടാ. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. ചെല്ലടാ.